ഡോക്ടറെ, എൻ്റെ മോൾ ഇന്നലെ രാത്രി മൊത്തം കാലുവേദന എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രി ഫുൾ കരഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഉറങ്ങിയത്. എന്താണ് ഡോക്ടറെ ഇതിൻ്റെ കാര്യം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമസ്കാരം, ഞാൻ ഡോക്ടർ അമലു ബാബു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ടോക്ക് വിത്ത് കുട്ടി ടോക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുക കുട്ടികളിലെ കാലുവേദനയെ കുറിച്ചാണ്. ഇതിന് നമ്മൾ ഗ്രോയിങ് പെയിൻ എന്നാണ് പറയുന്നത്. ഗ്രോയിങ് പെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഗ്രോയിങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ഇത് ഗ്രോയിങ് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. അതായത് ഒരു 3 years to 12 years ഓഫ് ഏജിൽ, അതിലും പെൺകുട്ടികളാണ് നമ്മളിത് കോമൺ ആയിട്ട് കാണുന്നത്. നമുക്കറിയാം, ഒരു കോമൺ സിനാരിയോ ആണ്. പകൽ മൊത്തം അടിച്ചു പൊളിച്ച് കളിച്ച് നടന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും കാലുവേദന എന്ന് പറഞ്ഞ കുട്ടികൾ കരയാൻ തുടങ്ങും. രാത്രി മൊത്തം വേദന ഉണ്ടാവും. ചിലപ്പോൾ നമ്മളൊന്ന് തിരുമ്മി കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ നേരം കരഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ വേദന അങ്ങ് മാറി താനെ ഉറങ്ങും. ഇതാണ് കോമൺലി കാണുന്ന ഒരു കാര്യം. സോ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മസിൽ എക്സേഷൻ കൊണ്ടാണ്. മസിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈവനിങ് ആകുമ്പോൾ വേദന ഉണ്ടാവും. എവിടെയാണ് ഈ വേദന കോമൺ ആയിട്ട് കാണുന്നത്? കാലുകളിലായിരിക്കും കോമൺ ആയിട്ട് കാണുക. തുടയുടെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മുടെ കാഫ് മസിലിനും നമ്മുടെ ഷിന്നിൻ്റെ ബാക്കിലുള്ള മസിലും അതുപോലെ തന്നെ ഈ മുട്ടിൻ്റെ ബാക്ക് സൈഡിലും കോമൺ ആയിട്ട് കാണാറുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചൂട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഭയങ്കര വേദന പറയുന്നുണ്ട് ചില കുട്ടികൾ, പെയിൻ ത്രഷോൾഡൊക്കെ ഭയങ്കര കുറവായിരിക്കും. അവർക്കൊക്കെ നമുക്ക് ഡോക്ടർ പറഞ്ഞ അളവിൽ പാരസെറ്റാമോളും കൊടുത്തു നോക്കാവുന്നതാണ്. ഇതിന് പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഇല്ല. ഒരുപാട് സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിന് കറക്റ്റായിട്ട് എന്താണ് ഈ ഗ്രോയിങ് പെയിൻ്റെ കാരണം എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഈ കാലുവേദന എന്ന് പറയുമ്പോൾ തന്നെ പേരൻസിനൊക്കെ ഭയങ്കര പേടിയാണ് അല്ലേ? അയ്യോ, എന്താണ് കുട്ടി ഈ സമയത്ത് കാലുവേദന പറയുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ഡോക്ടർ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് ഗ്രോയിങ് പെയിൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം. കാരണം നമുക്ക് വേറെ കോംപ്ലിക്കേഷനൊന്നും അതിനോട് സംബന്ധിച്ച് വരാനായിട്ട് ചാൻസ് ഇല്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇമീഡിയറ്റ്ലി ഡോക്ടറെ കാണാൻ പോകേണ്ടത്? ഒന്ന്, ഈ കാലുവേദനയോട് കൂടെ പനി പറയുക. ഇനി ഒരു കാലിൽ മാത്രം പർട്ടിക്കുലർലി വേദന പറയാം. വേദന കാരണം രാവിലെ എഴുന്നേറ്റതിന് ശേഷം കാല് കുത്താൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ വേദനയുള്ള ഭാഗത്ത് ഏതെങ്കിലും ജോയിൻ്റെ ഭാഗത്തായിട്ട് നീര് കാണുക. അതുപോലെ തന്നെ ചുമപ്പ് കാണുക, അനക്കാൻ പറ്റാത്തുള്ള ബുദ്ധിമുട്ട് വരിക. അതുപോലെ തന്നെ അവിടെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് വരിക, കുഞ്ഞിന് വിശപ്പില്ലായ്മ, അതുപോലെ വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ വിളർച്ച എന്നിങ്ങനെയുള്ള സൈൻസൊക്കെ കാണുവാണെങ്കിൽ ഇതൊരു ഡേഞ്ചർ സൈൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതാണ്. സോ അതർവൈസ് ഗ്രോയിങ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് വീട്ടിലേക്ക് ധൈര്യമായിട്ട് പോവാം. ഓക്കെ, സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, this is Dr. Abalu signing off. Take care and bye-bye.